നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏങ്ങണ്ടിയൂർ സ്വദേശിയായ യുവാവ് അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ചു. കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ UDF പാനലിന് ഉജ്ജ്വല വിജയം. മുറ്റിച്ചൂർ പടിയം ശ്രീനാരായണ ഗുരുദേവ മന്ദിരത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഏങ്ങണ്ടിയൂർ സ്വദേശിയായ യുവാവ് അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ചു. ഏങ്ങണ്ടിയൂർ ഏത്തായി കിഴക്ക് ഭാഗം ലെനിൻ നഗറിൽ താമസിക്കുന്ന ചക്കാമടത്തിൽ ഷൈജു മകൻ പ്രണവാണ് അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ചത്. 22 വയസ്സായിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവമുണ്ടായത്. സുഹൃത്തിനെ എയർപോർട്ടിൽ നിന്നെടുത്ത് വരുന്ന വഴി കാർ ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം. വാഹനം ഓടിച്ചിരുന്ന പ്രണവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സഹയാത്രികനായിരുന്ന സുഹൃത്ത് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കുടുംബസമേതം ഗൾഫിൽ താമസിക്കുന്ന പ്രണവ് അമ്മയോടൊപ്പം നാട്ടിൽ പോയതായിരുന്നു. 2 ദിവസം മുമ്പാണ് പ്രണവ് നാട്ടിൽ നിന്നും അബുദാബിയിൽ തിരിച്ചെത്തിയത്. മൃതദേഹം നാട്ടിൽ സംസ്കരിക്കും. അമ്മ ശ്രീവത്സ, സഹോദരി ശില്പ. കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ UDF പാനൽ ഉജ്ജ്വല വിജയം നേടി. 40 വയസ്സിന് താഴെയുള്ള വിഭാഗത്തിൽ എതിരില്ലാതെ രേഷ്മ സുദേവ് വിജയിച്ചു. കൂടാതെ 12 അംഗ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ KH കബീർ, ഡേവിസ് വാഴപ്പള്ളി, നിതിൽ കുമാർ ചുള്ളിയിൽ, പ്രവീൺ പൊയ്യാറ, ബിജു നെടിയിരിപ്പിൽ, KB ഷംസുദ്ദീൻ, സജിത്രൻ തയ്യിൽ, ഉജിത ഉണ്ണികൃഷ്ണൻ, വിജയലക്ഷ്മി KM, R സുധർമ്മൻ, ബിനോയ് ലാൽ, അമ്പിളി പട്ടാലി എന്നിവർ LDF പാനലിൽ മത്സരിച്ചവരെ 1100 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി. പ്രസിഡന്റായി KH കബീറിനെയും വൈസ് പ്രസിഡന്റായി ബിനോയ് ലാലിനെയും തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അനുമോദന യോഗം DCC സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിയും എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ശോഭ സുബിൻ, ഷെരീഫ് മാസ്റ്റർ, ഷിബു നെടിയിരിപ്പിൽ, MM ഇക്ബാൽ, ശിബ പ്രദീപ്, സിംഗ് തയ്യിൽ, ഷീജ ഉല്ലാസ്, ശ്രീധരൻ ആരിപ്പിന്നി, സുജിൽ കരിപ്പായിൽ, സുമേഷ് പാനാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അജ്മൽ ഷെരീഫ്, ഫാത്തിമ സലീം, അനിത, ത്രിദീപ് കുമാർ, വൈശാഖ് വേണുഗോപാൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വലിയ ആവേശത്തോടെ വന്ന് ഇടതുപക്ഷം കരയാമുട്ടം ബാങ്കിൽ മത്സരിച്ചപ്പോഴും അവരെയെല്ലാം 1200 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വമ്പിച്ച ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ഇവിടുത്തെ സഹകാരികൾ എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പമാണെന്ന് ഈ കരയാമുട്ടം മേഖലയിലെ സഹകാരികൾ ഒരിക്കൽ കൂടി പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തിളക്കമാർന്ന വിജയം സമ്മാനിച്ചിരിക്കുകയാണ്. വടക്കുംമുറി മുറ്റിച്ചൂർ പടിയത്ത് ഗുരുദേവ ചൈതന്യത്തോടെ സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുദേവ മന്ദിരത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടിക്ക് ഗുരുജയന്തി ദിനമായ ചൊവ്വാഴ്ച തുടക്കം കുറിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് TK സോമൻ, സെക്രട്ടറി CS ശിവരാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുപൂജ, പ്രഭാഷണം, തിരുവാതിരക്കളി, സാംസ്കാരിക സമ്മേളനം, SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും വ്യത്യസ്ത മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവർക്കും ആദരം, പൂജവെപ്പ് എന്നിവയാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുക. ഘോഷയാത്രയിലെ വാദ്യമേളം ഒഴിവാക്കി അതിനായി മാറ്റിവെച്ച 50,000 രൂപ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. ചൊവ്വാഴ്ച വൈകിട്ട് 5 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ മാസം 21-നും ഒക്ടോബർ 13-നും ആഘോഷ പരിപാടികൾ നടത്തും. വാർത്താസമ്മേളനത്തിൽ ഗുരുകുലം ലൈബ്രറി സെക്രട്ടറി TS പ്രദീപും പങ്കെടുത്തു. അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവാരാഹി ദേവി ക്ഷേത്രത്തിൽ ഇല്ലനിറ നടന്നു. രാവിലെ മഹാഗണപതി ഹോമത്തിന് ശേഷമായിരുന്നു ചടങ്ങ്. പുന്നെല്ലിന്റെ കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ച് പൂജിച്ച് വാരാഹി ദേവിക്ക് സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രി കതിർക്കറ്റകളിൽ ലക്ഷ്മീനാരായണ പൂജ നടത്തി വാരാഹി ദേവിയുടെ ശ്രീലകത്ത് ചാർത്തുന്നതോടെ ചടങ്ങിന് പരിസമാപ്തിയായി. തുടർന്ന് ഉപദേവന്മാരുടെ ശ്രീകോവിലുകളിലും നിറ നടത്തി. ഭക്തർക്ക് വേണ്ടി വാരാഹി ദേവിക്ക് പൂജ ചെയ്ത നെൽക്കതിർ ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് പ്രവീൺ പണ്ടാരത്തിൽ ഏറ്റുവാങ്ങി. തുടർന്ന് ഭക്തർക്ക് നെൽക്കതിർ പ്രസാദമായി നൽകി. താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മറ്റ് ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വിഷ്ണു കൂട്ടാലയും കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ സിനീഷ് തണ്ടാശ്ശേരി, സുബിൻ കാരാമാക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു.
ദി അന്തിക്കാഡ്സ് UAE അസോസിയേഷൻ വാർഷികാഘോഷവും കുടുംബസംഘവും അന്തിക്കാഡ്സ് UAE സംഘടനയുടെ മുതിർന്ന അംഗം രവീന്ദ്രൻ ചേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന എന്ത് രീതിയിൽ വളർന്നു വന്നോ അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെപ്പറ്റി പറയണ മിസ്റ്റർ രാജീവും നമ്മുടെ ജിനേഷും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സംഘടനയെ പറ്റിയിട്ടും എന്നെ പറ്റിയിട്ടും പറഞ്ഞു. ഞാൻ പഴയ പട്ടാളക്കാരൻ എയർഫോഴ്സുകാരനാണ്. അത് തൊട്ട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് സത്യത്തിൽ അധികമൊന്നും പറയാനില്ല. പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് വ്യക്തികളെ പറ്റി മനസ്സിലൊരു വിഷമം തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നിറസാന്നിധ്യമായിരുന്നത് കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു. അവരുടെ മുഖം നമുക്ക് ഓർക്കാം. ഒന്ന് ഞാൻ പറയട്ടെ, ഇപ്പോൾ സാധാരണ ഇതിൽ പുറത്തൊന്ന് പോയിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റാതെ വിഷമിക്കുന്ന തൻ്റെക്ക് പുഷ്കരൻ, അങ്ങനെ കുറച്ച് വ്യക്തികളുണ്ട്. രാമേന്ദ്രൻ മാഷ്, ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ, നമ്മുടെ ചരിത്ര ഘനമൊട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയ ശ്രീ രാമേന്ദ്രൻ. കൺവീനർ ജിനേഷ് മൂത്തേടത്ത് അധ്യക്ഷനായി. വയനാടിൻ്റെ പുനരധിവാസത്തിനായി അംഗങ്ങൾ സംഭാവന ചെയ്ത ആദ്യ ഗഡു 1,00,000 രൂപ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദിന് കൈമാറി. കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ് KK, രാജീവ് സുകുമാരൻ, ഷാജി കളരിക്കൽ, യതീന്ദ്രൻ TB, ജലജ സോമൻ, ദിബേഷ് അണ്ടേഴത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ ലീന മനോജ് എന്നിവർ പങ്കെടുത്തു. DYFI നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർക്കുള്ള യൂണിഫോം വിതരണം നടത്തി. നാട്ടിക CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നാട്ടിക CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ രജനി ബാബു, TV ശ്രീജിത്ത്, മേഖലാ സെക്രട്ടറി ജിജേജ് പുളിക്കൽ, ഉണ്ണിക്കണ്ണൻ, ജിനോയ്, വിഷ്ണു AKG, ശൈലേഷ് സർദാർ, രഗിൻ, അനീഷ്, നിഷ, ശ്രീജിത്ത്, സിമി, ജിനോയ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൃപ്പയാർ ക്ഷേത്ര പരിസര റോഡുകളുടെ കുഴികൾ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ മണ്ണിട്ട് നികത്തി. ലയൺസ് ക്ലബ് പെരുങ്ങോട്ടുകര പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. പഴുവിൽ JP സംഗമ ഹാളിൽ നടന്ന ചടങ്ങിന് ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് സുരേഷ് വാര്യർ നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി VR സൽഗുണൻ, രാജീവ് മൂത്തേരി, രഞ്ജിത്ത് രവീന്ദ്രൻ എന്നിവർ സ്ഥാനമേറ്റു. പുതിയ അംഗം മനോജിന് സാക്ഷ്യപത്രം നൽകി. റീജിയൺ ചെയർപേഴ്സൺ MC മദനകുമാർ, MM ദിനേശൻ എന്നിവർ സംസാരിച്ചു. വിവിധ ലയൺസ് ക്ലബ്ബുകളിലെ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. എന്ന് മാനേജറായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ട് പറഞ്ഞില്ല എന്ന് മാത്രം. കാരണം എൻ്റെ ആദ്യത്തെ അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ പൊന്നാനിയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയത്. ആ അവസരം ഞാൻ വീട് ബ്രാഞ്ചിലേക്ക് മാറ്റി, ഞാൻ തൃശ്ശൂർ താമസാക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഇപ്പോൾ ഇഷ്ടംപോലെ 3rd ജനറേഷൻ ബാങ്കുകൾ വന്നു. HDFCയും ICIയും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ എന്തായിട്ട് സൂക്ഷിക്കുകയാണ്? അത് നമ്മുടെ ആദ്യത്തെ ഒരു അക്കൗണ്ട് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബന്ധം, ഈ സ്നേഹം, ഈ അടുപ്പങ്ങൾ, ഇതൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു കൂട്ടിപ്പിടുത്തം ഉണ്ടാകണം എന്നുള്ളതാണ്. നാഗ്പൂരിൽ വെച്ച് നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ കേരളത്തിനു വേണ്ടി വെങ്കല മെഡൽ നേടിയ തളിക്കുളം ഗീതാ ലാബ് ഉടമ VC ദിലീപ് കുമാറിന്റെ മകൾ VD കൃഷ്ണാഞ്ജനിയെ തളിക്കുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലപ്പെട്ടിയിലെ വസതിയിലെത്തി ആദരിച്ചു. പ്രസിഡന്റ് EG ചന്ദ്രബോസ് മൊമെന്റോ നൽകി ആദരിച്ചു. സെക്രട്ടറി PM ഖാദർ കുഞ്ഞ് ഷാൾ അണിയിച്ചു. ES വസന്തകുമാർ, NS മോഹൻദാസ്, AH അബ്ദുൾ സത്താർ എന്നിവർ സംസാരിച്ചു. ഞങ്ങളുടെ ഒരു സഹകാരി, ഒരു സഹപ്രവർത്തകൻ്റെ മകൾക്ക് ഇത്രയും വലിയ ഏതാണ്ട് ലോകോത്തരമായ ഒരു അവാർഡ് കിട്ടിയെന്നറിഞ്ഞതിൽ തളിക്കുളത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മുഴുവൻ പ്രവർത്തകർക്കും വളരെയേറെ അഭിമാനകരമായ ഒരു വസ്തുതയാണ്. ആ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നതിൻ്റെ
ഒരു ഭാഗമാക്കുന്നതിന് വേണ്ടിയാണ് ഈ കൊച്ചുമിടുക്കിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ ശ്രീമാൻ VC ദിലീപ് എന്ന് പറയുന്നത് തളിക്കുളത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലാബ് നടത്തുകയും തളിക്കുളം നിവാസികൾക്ക് വളരെ നല്ല നിലയിൽ ലാബിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ തളിക്കുളത്തുകാരുടെ ഒരു തളിക്കുളത്തുകാരനായി മാറിയ ശ്രീമാൻ ദിലീപിൻ്റെ മകൾക്ക് ഇത് കിട്ടിയതിൽ കൂടി ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാവും ആദ്യ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണപിള്ളയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. എടമുട്ടം സർദാർ സ്മാരക മന്ദിരത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AG സുഭാഷിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം VC കിഷോർ, ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ, LC മെമ്പർമാരായ സുജിന്ത് പുല്ലാട്ട്, മുബീഷ് പനക്കൽ, ഹിരൺ ക്ലിയന്തറ, TS ചന്ദ്രൻ, ബാബു മേൽവീട്ടിൽ, ദിൽജിത്ത്, സുനിൽ കുന്നത്ത് എന്നിവർ സംസാരിച്ചു. സഖാവ് കൃഷ്ണപിള്ള ദിനത്തിൽ CPM മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി. KV ഡേവിസ്, ജനാർദ്ദനൻ മണ്ണുമ്മൽ, TV മനോഹരൻ, VK വേലായുധൻ കുട്ടി, PS പ്രസാദ്, CG മോഹൻദാസ്, വിലാസിനി വേണുഗോപാൽ, CR രമേശ് എന്നിവർ നേതൃത്വം നൽകി. താന്യം പഞ്ചായത്ത് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. LDF സ്ഥാനാർത്ഥികൾക്ക് 2592 വോട്ട് വരെ ലഭിച്ചപ്പോൾ എതിരായി മത്സരിച്ച കോൺഗ്രസിന് പരമാവധി ലഭിച്ചത് 425 വോട്ടാണ്. KC രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് VA ഗിരീഷ്, AK രാജൻ, VV രാകേഷ്, KR പ്രതീഷ്, KM സിറാജ്, സജിത ബിജു, BA രേവതി, അഡ്വക്കേറ്റ് PR ഷിനോയ്, KA അജ്മൽ, KG സജിത്, സിൽജ ജോഷി, ജിത സനിൽ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇവരിൽ 6 പേർ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. LDFിൻ്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. CPIM ഏരിയ സെക്രട്ടറി AS ദിനകരൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്, MV മുകേഷ്, സിബിൻ C ബാബു എന്നിവർ വിജയികളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. നാണയപ്പെരുപ്പവും തൊഴിലില്ലായ്മയും മൂലം നാട് നട്ടം തിരിയുമ്പോൾ വിലക്കയറ്റം തടയുന്നതിൽ പോലും പിണറായി സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് K ഹാറൂൺ റഷീദ് പറഞ്ഞു. മാസങ്ങളായി കാലിയായ തളിക്കുളം മാവേലി സ്റ്റോറിന് മുന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പലവ്യഞ്ജന റീത്ത് സമർപ്പിച്ചതിന് ശേഷം നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധൂർത്തും അഴിമതിയും മുഖമുദ്രയാക്കിയ സർക്കാർ മാവേലി സ്റ്റോറുകളിലേക്ക് സാധനങ്ങൾ വാങ്ങിയ വകയിൽ 542 കോടി രൂപ കരാറുകാർക്ക് കൊടുത്തു തീർക്കാറുണ്ട്. ഓണം അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കടങ്ങൾ കൊടുത്തു തീർത്ത് സബ്സിഡിയോടുകൂടി നിത്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. സൗജന്യ കിറ്റുകൾ നൽകി അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ വില കുറച്ച് മാവേലി സ്റ്റോറുകളിൽ ലഭ്യമായിരുന്ന സാധനങ്ങൾ പോലും ഇപ്പോൾ നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PM അബ്ദുൽ ജബ്ബാർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് CV ഗിരി, മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി VK നാസർ, KK ഹംസ, AA അബൂബക്കർ, നാസർ പോക്കാക്കില്ലത്ത്, EK ഖാലിദ്, VV അബ്ദുൾ റസാഖ്, PK ഖാലിദ്, KS സുബൈർ, PA സുലൈമാൻ ഹാജി എന്നിവർ സംസാരിച്ചു. ഇന്ന് നമ്മുടെ മാവേലി സ്റ്റോറുകളിൽ പലവ്യഞ്ജന സാധനങ്ങൾ കാണിച്ചു കൊടുത്താൽ അവിടുത്തെ ജീവനക്കാർക്ക് പോലും എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം അത്രയേറെ കാലമായിട്ടുണ്ട് അവർ ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട്. അതിനൊരു മാറ്റം വരണം. രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ മൂലമുള്ള നാണയപ്പെരുപ്പവും കേരളത്തിന്റെ സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം നമ്മുടെ രാജ്യത്തുള്ള തൊഴിലില്ലായ്മയും സാമ്പത്തികമായ ഞെരുക്കവും. നാട്ടികയിലെ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗുരുജയന്തി ആഘോഷം ചൊവ്വാഴ്ച ഗുരുപൂജയോടുകൂടി ആരംഭിക്കുന്നു.
രാവിലെ 3 ഭാഗങ്ങളായി തിരിഞ്ഞ് വാഹന പ്രചരണ ഘോഷയാത്ര നടക്കും. ഗുരുഭക്തരുടെ സ്വീകരണത്തിന് ശേഷം ഉച്ചയോടെ ഘോഷയാത്ര ഗുരുമന്ദിരത്തിലെത്തും. 2 മണിയോടെ ഗുരുമന്ദിരത്തിൽ ആഘോഷത്തിന് തുടക്കമാകും. 3-ന് ദേശീയപാതയിലൂടെ തൃപ്പയാറിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര പുറപ്പെടും. തൃപ്പയാറിൽ നിന്നും നാട്ടിക SNDP യൂണിയൻ ഘോഷയാത്രയെ സ്വീകരിച്ച് സാംസ്കാരിക ഘോഷയാത്ര നാട്ടിക ഗുരുമന്ദിരാങ്കണത്തിൽ സമാപിക്കുന്നു. വൈകിട്ട് 6-ന് സാംസ്കാരിക സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ പങ്കെടുക്കും. സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് സാഹിത്യ മത്സര വിജയികൾക്ക് സമ്മാനദാന വിതരണവും തിരുവാതിരക്കളി തുടങ്ങി വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം. കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി, പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക്. കഴിമ്പ്രം ശ്രീരാമചന്ദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 10ാം വാർഷികം ആഘോഷിച്ചു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റിന്റെ ഗ്രാമീണ വായനശാല സമർപ്പണം ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്ട് നിർവഹിച്ചു. ഡോക്ടർ ബിജു രാമചന്ദ്രന്റെ കവിതാ സമാഹാരം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗമായ ചിദംബരം മാസ്റ്റർ പ്രകാശനം നടത്തി. വായനശാലയ്ക്കുള്ള പുസ്തകങ്ങൾ ഡോക്ടർ ഗീതാകുമാരി, ഷിമ ടീച്ചർ, സുനിൽ വേളേക്കാട്ട്, സജ്ജന സുധീർ, കഴിമ്പ്രം സ്കൂളിലെ വിദ്യാർത്ഥികളായ ആദിലക്ഷ്മി, കൃഷ്ണാഞ്ജലി എന്നിവർ സംഭാവന ചെയ്തു.
ട്രസ്റ്റിയായ KV മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി. KS സജിൻ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, സുദീപ് മാസ്റ്റർ, രമേശ് പള്ളത്ത്, TP ഹനീഷ് കുമാർ, സുമോദ് എറണാകുളത്ത്, സുമംഗല, ഡോക്ടർ ബിജു രാമചന്ദ്രൻ, CK വത്സല എന്നിവർ സംസാരിച്ചു. ശ്രീ KM സുരേഷ് അമ്മമാർക്ക് ഓണപ്പുടവകൾ വിതരണം ചെയ്തു. തുടർന്ന് പകൽ വീട്ടിലെ അമ്മമാരുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇതേവരെ ഇവിടെ വരാത്ത ഒരാളാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും വരണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മുടെ ബിജു എഴുതുന്ന പുസ്തകങ്ങളെ പറ്റി നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ്, ശ്രീ രാമേന്ദ്ര ട്രസ്റ്റ് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ കഴിമ്പുറം മേഖലയിൽ ഇത്രയും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റ് വേറെ ചാരിറ്റിയിലില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്രയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാവിധ ചാരിറ്റിയും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ വത്സല ടീച്ചറായാലും നേരത്തെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ കൊല്ലാടിക്കൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, ഇപ്പോൾ മോഹനൻ മാഷിലും എല്ലാവരും വിദ്യാഭ്യാസപരമായിട്ട് നല്ല അറിവും ഉയർച്ചയുള്ള. തൃശൂർ ജില്ലാ ഈഴവ സഭയുടെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം, ചികിത്സാ സഹായ വിതരണം, മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ നടത്തി. ജില്ലാ ഈഴവ സഭ പ്രസിഡന്റ് TK ഷൺമുഖൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് തൃശൂർ കേരളവർമ്മ കോളേജ് മുൻ പ്രിൻസിപ്പാൾ MV മധു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ചികിത്സാ സാമ്പത്തിക സഹായം പ്രൊഫസർ TK സതീഷും മെമ്പർഷിപ്പ് വിതരണം ഡോക്ടർ EN വിശ്വനാഥനും നിർവഹിച്ചു. AK ജനാർദ്ദനൻ, TN സുഗതൻ, PK അശോകൻ, KK ധർമ്മപാലൻ, NK ലോഹിതാക്ഷൻ, അഡ്വക്കേറ്റ് സീസർ അറക്കൽ, TG ധർമ്മരത്നം എന്നിവർ സംസാരിച്ചു. കേരളം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ്. നാഷണൽ എഡ്യൂക്കേഷൻ ഏജൻസി 2023-24 വർഷത്തെ വിദ്യാഭ്യാസ റേറ്റിംഗ് ഈയിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ 94% മാർക്കോടുകൂടി കേരളം ഒന്നാം സ്ഥാനത്താണ്. 86.8% ഡൽഹി രണ്ടാം സ്ഥാനത്ത്, 86% ജാർഖണ്ഡ് തൊട്ടുപിറകെ. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ്. ജൽജീവൻ മിഷന്റെ ഫണ്ട് ലഭിച്ചിട്ടും റോഡുകൾ നന്നാക്കാത്തതിനെതിരെയും ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടുകൾ പാർട്ടിക്കാർക്ക് മാത്രം നൽകുന്നതിനെതിരെയും BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര മൂന്നുംകൂടി ജംഗ്ഷനിൽ നിന്ന് താന്യം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BJP തൃശൂർ ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് TG രതീഷ് അധ്യക്ഷനായി. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ്, കൃഷ്ണനുണ്ണി, വിനോബ്, NS സുഗതൻ, നിഷ പ്രവീൺ, റിനി കൃഷ്ണപ്രസാദ്, സുഗേന്ദു സെൻ, പ്രേംദാസ്, ഉണ്ണി കാരയിൽ, സന്തോഷ്, പ്രവീൺ, സുനിൽ, സുധീർ, ബിന്ദു സുധീർ, കവിത എന്നിവർ സംസാരിച്ചു. ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നതിന് എതിരെ പോലും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്? ഈ നാടിന്റെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം. ഈ ഇവിടുത്തെ മനുഷ്യരുടെ നോവും നൊമ്പരങ്ങളും നെഞ്ചിലേറ്റി വാങ്ങുന്നവരല്ലേ യഥാർത്ഥ രാഷ്ട്രീയക്കാർ, യഥാർത്ഥ പൊതുപ്രവർത്തകർ. എന്നാൽ ഇവരെങ്ങനെയാണ്? ഇവർ ഇതിനെ മുഴുവൻ തച്ചുടച്ച് ഇവിടുത്തെ വികസനമല്ല വിഷയം, ഇവിടുത്തെ പോക്കറ്റിന്റെ വികസനമാണ് ഇവരുടെ വിഷയം. പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ളതല്ലാതെ ഒരു വികസന പരിപാടിയും ഇവർ നടത്തുന്നില്ല. ഇത് കൃത്യമായും ഈ സംസ്ഥാനത്തുടനീളം പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിയാത്മകമായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇവിടുത്തെ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നത്. താന്യം ഗ്രാമപഞ്ചായത്ത് മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ വേളേക്കാട്ട് സുനിൽ കുമാറിനെ 5ാം വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. അംഗനവാടി ടീച്ചർ സതീരംഗൻ, ആശാവർക്കർ സുശീല രാജൻ, മുകുന്ദൻ വേളുക്കര, ദേവദാസ് കൊട്ടേക്കാട്ട്, ഷീല ബാബു പ്രസാദ് എന്നിവർ സംസാരിച്ചു. അപ്പോൾ കാലങ്ങളായിട്ട് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ക്ഷീരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സുനിച്ചേട്ടൻ
എന്നും സാധാരണക്കാരൊപ്പമുള്ള ഒരാളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ വീട്ടിൽ വന്നാൽ തന്നെ കണ്ടാൽ അറിയാം, പശുവിന് കൊടുക്കുന്ന തീറ്റ കൊടുക്കുന്ന പാത്രം പോലും കണ്ടാൽ നമുക്കതിൽ നമുക്ക് ഭക്ഷിക്കാവുന്ന രീതിയിലുള്ള നല്ല വൃത്തിയും കാര്യങ്ങളായിട്ട് സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവിടെ കൂടി എല്ലാവരുടെ പേരിലും ഹൃദ്യമായ അഭിനന്ദനങ്ങൾ ഒരിക്കലും അർപ്പിച്ചുകൊണ്ട് വാടാനപ്പള്ളി ബാലസംഘം മേഖലാ സമ്മേളനം സമാപിച്ചു. ഞായറാഴ്ച വൈകിട്ട് വാടാനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം ബാലസംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MV ഷാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് കൺവീനർ നവമി പ്രസാദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, KA വിശ്വംഭരൻ, സുരേഷ് മഠത്തിൽ, മല്ലികാദേവൻ, ആദർശ്, ഫാത്തിമ സനം, ബാലസംഘം വാടാനപ്പള്ളി മേഖലാ പ്രസിഡന്റ് AD കൃഷ്ണശ്രീ, കൺവീനർ TN ഉദയകുമാർ, കോർഡിനേറ്റർ പ്രമീള ബൈജു, സെക്രട്ടറി TS നിഹിര, വൈസ് പ്രസിഡന്റുമാരായ സൂര്യശ്രീ, AD ശ്രീനന്ദ്, ജോയിന്റ് സെക്രട്ടറി അംന ഫർഹത്ത്, ഗൗരി നന്ദ, ശ്രീകല ദേവാനന്ദ്, KD സുധ, പ്രേംരാജ് എന്നിവർ സംസാരിച്ചു. നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അഭിപ്രായം പറയാൻ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ഏറ്റവും പ്രധാന പൈപ്പ് നൽകുന്നുണ്ട്. അതടക്കം നമുക്ക് നിഷേധിക്കപ്പെടുകയാണ് കുട്ടികൾക്ക്. അങ്ങനെ കുട്ടികളുടെ എല്ലാ അവകാശങ്ങളും നമുക്ക് നേടിയെടുക്കണം, അല്ലേ? അത് ബാലസംഘത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. ഒപ്പം തന്നെ ഇപ്പൊ പാട്ട് പാടില്ലേ കുട്ടികള്, ഇല്ലേ? നമ്മളെല്ലാവരും പാട്ട് പാടും, എല്ലാവരും പാട്ട് പാടില്ലേ? കഥ പറയില്ലേ? ഡാൻസ് കളിക്കും, ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്, ഇല്ലേ? ചിത്രം വരയ്ക്കുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് സർഗാത്മക വാസനകൾ നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലേ? ഉണ്ട് എല്ലാവർക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തി കൊണ്ടുവരണം. വലപ്പാട് 18-ാം വാർഡ് അയോധ്യ നഗറിൽ രക്ഷാബന്ധൻ മഹോത്സവം ആഘോഷിച്ചു. BJP വാർഡ് പ്രസിഡന്റ് സുദർശനൻ, തൃപ്പയാർ ഗണ്ട് വിദ്യാർത്ഥി പ്രമുഖ് ശ്രീജിത്ത്, മുതിർന്ന പ്രവർത്തകൻ NA അനിൽകുമാർ, ഭാരവാഹികളായ അനീഷ്, വിബീഷ്, പ്രമോഷ്, സുജ, രദീപ്, ശ്രീദേവി, ധനിൽ എന്നിവർ നേതൃത്വം നൽകി. പരസ്പരം ബന്ധിച്ചുകൊണ്ടും മധുരപലഹാരങ്ങൾ പങ്കിട്ടും സാഹോദര്യ സ്നേഹത്തിന്റെ മഹോത്സവമായ രക്ഷാബന്ധൻ ആഘോഷിച്ചു. വയനാടിന് കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3 ലക്ഷം രൂപ നൽകി. നാട്ടിക നിയോജകമണ്ഡലം MLA CC മുകുന്ദന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ തുക കൈമാറി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, അംഗങ്ങളായ CK കൃഷ്ണകുമാർ, മായ TB, സെൽജി ഷാജു, CR രമേഷ്, രജനി തിലകൻ, PS നജീബ്, ലത മോഹൻ, അബ്ദുൽ ജലീൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി P സുഷമ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ വിവിധ മേഖലയിൽ നിന്ന് മറ്റ് സഹായങ്ങൾ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3ാം ഘട്ടമാണ് നമ്മുടെ അന്തിക്കാട് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ഈ ഫണ്ട് അന്തിക്കാട് ബ്ലോക്കിനെ തന്നെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെ താനും പഞ്ചായത്തിൻ്റെ 5 ലക്ഷം രൂപ ഏറ്റെടുക്കാൻ പോവാണ് ഗവൺമെൻറ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് വയനാട് ദുരന്തമായി ബന്ധപ്പെട്ടിട്ടുള്ള നിന്ന് കിട്ടിയത് ഏകദേശം 1 കോടിയുടെ താഴെ രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കുറേ കഴിയുമ്പോൾ ഇനി മെമ്പർമാരുടെ വിഹിതം അത് സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു കോടിയേക്കാളും കവർ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താന്യം പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ നൽകി. നാട്ടിക നിയോജകമണ്ഡലം MLA CC മുകുന്ദന് താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് തുക കൈമാറി. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, കൃഷി ഓഫീസർ രൺദീപ് KR, സെക്രട്ടറി ഹബീബ് VH, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. നമ്മുടെ എല്ലാ ഗ്രാമസഭ അംഗങ്ങളും കൂടി പങ്കെടുത്തുകൊണ്ടുള്ള സഭയിൽ MLA പങ്കെടുക്കണമെന്ന ആഗ്രഹം കൂടി എനിക്കുണ്ട്. അപ്പോൾ പ്രകാരം എല്ലാവർക്കും എല്ലാ പഞ്ചായത്തിലും ഡേറ്റ് തീരുമാനിച്ച് എല്ലാ സ്ഥലത്തും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുകൂലത്തിന് പുറമെ നമ്മുടെ ഒരു MLAയുടെ ആസ്തി വികസന ഫണ്ടാണ് തരാൻ കഴിയുക. ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ
താനും ഗ്രാമപഞ്ചായത്തിന് അടിയെ ഇതിനെ കുറിച്ച് നമ്മൾ ഇന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്. എവിടെയൊക്കെയാണ് ഒന്നും കിട്ടാത്ത പ്രദേശമുണ്ടെങ്കിൽ അവർക്കും കൂടി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സഭ അതിൻ്റെ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സഭ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി വാടാനപ്പള്ളി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സമാഹരിച്ച തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസിക്ക് കൈമാറി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക പഠന കേന്ദ്രമായ CCSIT തളിക്കുളം സെന്ററിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, PTA എന്നിവർ ചേർന്ന് വയനാട് ദുരിതബാധിതരെ സഹായിക്കാനായി സ്വരൂപിച്ച തുക തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറി. ഇനി വാണിജ്യം. കെട്ടിട നിർമ്മാണ രംഗത്തെ പുത്തൻ ആശയങ്ങളും പ്രവണതകളും ഉൾക്കൊണ്ട് അകത്തളങ്ങളെ കൂടുതൽ മനോഹരമാക്കാൻ ഐഡിയൽ വീണ്ടും ഒരുങ്ങിക്കഴിഞ്ഞു. ഐഡിയൽ ഏജൻസീസ് ഇന്റീരിയർ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം എടശ്ശേരി പുതുക്കുളങ്ങരയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കേരള റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്റീരിയർ നല്ലതുപോലെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിന് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ആ വിലയിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിന് ഔപചാരികമായിട്ട് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇൻറ്റീരിയർ മെറ്റീരിയൽസിൻ്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്നേഹപൂർവ്വം നമ്മൾ സുഹൃത്തുക്കൾ എന്ന നിലയിൽ വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നാണ് പറഞ്ഞതെങ്കിലും ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം റവന്യൂ വകുപ്പിൻ്റെ കൂട്ടത്തിൽ ഭവന നിർമ്മാണ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ളൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഏറ്റവും സജിത പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് മെറ്റീരിയൽസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഇനി നമ്മൾ ചില പാഠങ്ങളിൽ നിർബന്ധമായി നിന്നേ മതിയാകും. പ്രകൃതി അമിതമായി ചൂഷണം ചെയ്യാതെ മനുഷ്യൻ്റെ വികസന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും വളർന്നു വരുന്ന മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളോട് ലാഭനഷ്ട കണക്കിൻ്റെ ഹരണഗുണന പട്ടികയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഉപകരണമാണ് പ്രകൃതി എന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിന് വേണ്ടി നാം നിലകൊള്ളുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ചില ബദലുകൾ നമുക്ക് വളരെ ഗൗരവമായി മുന്നോട്ട് വയ്ക്കേണ്ടി വരും. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഐഡിയലിന്റെ സംഭാവന മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് കൈമാറി. എല്ലാ വിജയങ്ങളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇനിയും കൂടുതൽ സ്ഥാപനങ്ങൾ ഇവർക്ക് ആരംഭിക്കാൻ കഴിയട്ടെ, കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ കഴിയട്ടെ, ഈ രംഗത്തെ ഏറ്റവും മികച്ച വ്യാപാരികളായിട്ട് ഇവർ മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാൻ. അതോടൊപ്പം ഈ ഉദ്ഘാടന വേളയിൽ വെച്ച് ഇന്ന് എന്നെ ഏൽപ്പിച്ച, ഞാൻ വഴി രാജിനെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രതീകമെന്ന നിലയിലാണ്. ഇവിടെ രാജൻ അവിടെ രാവും പകലും പണിയെടുത്ത് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇത് ഏൽപ്പിക്കാൻ ഇത് തീരുമാനിച്ചു എന്നുള്ളത് വളരെ നല്ല ഒരു തീരുമാനമാണ്. ലയൺസ് ക്ലബ് ഫെസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ P ജയകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ, 4ാം വാർഡ് മെമ്പർ സിംഗ് വാലത്ത്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്തലി എന്നിവർ സംസാരിച്ചു. ഐഡിയലിന്റെ സാരഥികളായ ബിജു ഒല്ലേക്കാട്ട്, KD സുനിൽകുമാർ, ജോബി ഫ്രാൻസിസ്, സിൻകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇന്റീരിയർ ഡിസൈനിങ്ങിന് ആവശ്യമായ ഗുണനിലവാരമുള്ള അലുമിനിയം പ്രൊഫൈലുകൾ, PVC ഡോറുകൾ, PVC ഷീറ്റുകൾ, പ്ലൈവുഡ്, മൈക്ക, കിച്ചൺ ഉപകരണങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. ഫോൺ 9633668177, മറ്റൊരു നമ്പർ 8156817278. പ്രധാന വാർത്തകൾ വീണ്ടും. ഏങ്ങണ്ടൂർ സ്വദേശിയായ യുവാവ് അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ചു.
കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ UDF പാനലിന് ഉജ്ജ്വല വിജയം. മുറ്റിച്ചൂർ പടിയം ശ്രീനാരായണ ഗുരുദേവ മന്ദിരത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.